AD 74 ഓഗസ്റ്റ് മാസത്തിലെ ഒരു കറുത്ത ദിനം, തെക്കൻ ഇറ്റലിയിലെ പോംപി പട്ടണം. ഉച്ച കഴിഞ്ഞ സമയം, തിരക്ക് കുറവായിരുന്നു. സമ്പന്നർ തിങ്ങിപ്പാർക്കുന്ന പട്ടണം. അതൊരു ഹൃദയഭേദകമായ സംഭവമായിരുന്നു. വെർസൂവിയസ് എന്ന് പറയുന്ന അഗ്നിപർവ്വതത്തിന്റെ മല വലിയൊരു ശബ്ദത്തോടുകൂടി പൊട്ടിത്തകർന്നു. ഭൂകമ്പത്തോടൊപ്പം തീയും പുകയും അഗ്നി തിളയ്ക്കുന്ന ലാവയും. ഏതാണ്ട് 250 ഡിഗ്രി സെന്റിഗ്രേഡ് മുതൽ 1200 ഡിഗ്രി സെന്റിഗ്രേഡ് വരെ ചൂടുണ്ടാകാവുന്നതാണ് അഗ്നിപർവ്വതത്തിന്റെ ലാവ. ഒഴുകി 12 അടി ഉയരത്തിൽ വരെ 500 ഡിഗ്രി സെന്റിഗ്രേഡിലുള്ള അതിലധികം ചൂടുള്ള ലാവ പട്ടണത്തെ വിഴുങ്ങി എന്നാണ് ചരിത്രം. ഹൃദയഭേദകമായ ചരിത്രത്തിലെ ഒരു കറുത്ത പൊട്ട്. തെക്കൻ ഇറ്റലിയിലെ പോംപി പട്ടണത്തിലെ വെർസൂവിയസ് എന്ന് പറഞ്ഞ അഗ്നിപർവ്വതം പൊട്ടിയതിനെ കുറിച്ച് നിങ്ങൾക്ക് ഗൂഗിളിനകത്തോ എവിടെ വേണമെങ്കിലും സെർച്ച് ചെയ്യാം. 1748 ഇത് AD 74 ഈ പോംപി പട്ടണത്തിലെ അഗ്നിപർവ്വതം പൊട്ടിയ സംഭവം നടക്കുന്നത്. എന്നാൽ 1748 പുരാവസ്തു ഗവേഷകർ, ആർക്കിയോളജിക്കൽ എക്സ്കവേഷൻസ് നടത്തുന്ന ശാസ്ത്രജ്ഞന്മാർ പട്ടണത്തിൽ ഗവേഷണത്തിലെത്തി കുഴിച്ചു. പോംപി പട്ടണത്തിന്റെ ആ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ നിലത്തേക്ക് കുഴിച്ചിറങ്ങിയപ്പോൾ ചരിത്രത്തിൽ എഴുതിയിട്ട ഭാഗമാണ്. രത്നാഭരണങ്ങളുടെ പെട്ടിയിലും വില കൂടിയ പണത്തിന്റെ വലിയ പാത്രത്തിലും സ്വർണവും തങ്കവും രത്നങ്ങൾ നിറച്ച വലിയ പെട്ടിയിലൊക്കെ കെട്ടിപ്പിടിച്ച് കിടക്കുന്ന അസ്ഥികൂടങ്ങൾ. രത്നങ്ങൾ നശിച്ചിട്ടില്ല, പൊന്നും വെള്ളിയൊക്കെ അതിനകത്തുണ്ട്. അത് പണിത പെട്ടികൾ പലതും അതുകൊണ്ട് തന്നെ ആയതുകൊണ്ട് അതുമെല്ലാം ഉണ്ട്. പക്ഷെ മാംസമെല്ലാം ദ്രവിച്ചു പോയിട്ട് ആയിരക്കണക്കിന് ആൾക്കാരുടെ കൈകൾ ആ പെട്ടിയെ കെട്ടിപ്പിടിച്ച് കിടക്കുന്നത്. ഈ സംഭവം ഞാൻ വായിച്ചതാണ്. വായിച്ചപ്പോൾ എൻ്റെ ഹൃദയത്തിലൂടെ മിന്നൽ പോലെ കടന്നുപോയ ഒരു ബൈബിളിലെ വാക്യമുണ്ട്: നിന്റെ നിക്ഷേപം ഇരിക്കുന്നിടത്ത് നിന്റെ ഹൃദയവും ഇരിക്കും. Where is your treasure? There will be your mind, your heart. എവിടെയാ നിന്റെ നിക്ഷേപം ഇരിക്കുന്നത്? നിന്റെ ട്രഷർ എവിടാ? അവിടെയാ നിന്റെ മനസ്സിരിക്കുന്നത്. മുഴുവൻ തിരുമ്പും കെടുക്കാതെയും കള്ളന്മാർ തുറന്ന് മോഷ്ടിക്കാതെയും ഇരിക്കുന്ന സ്വർഗത്തിൽ നിന്റെ നിക്ഷേപം സ്വരൂപിച്ചു കൊള്ളുക. എന്താ നിക്ഷേപം? ഞായറാഴ്ച ദേവാലയത്തിൽ ചെല്ലുമ്പോൾ ബക്കറ്റും കൊണ്ട് അടുത്ത് വരുമ്പോൾ സ്വോത്രകാഴ്ചയുടെ ബാഗിനകത്ത് 10 രൂപയോ 50 രൂപയോ 100 രൂപയോ നിങ്ങൾ ഇട്ടതാണോ നിങ്ങളുടെ നിക്ഷേപം? മാസത്തിൽ ഒരിക്കൽ ദശാംശം എന്ന പേരിൽ ഒരു സംഭവം ഉള്ളതുകൊണ്ട് ഏതെങ്കിലും ഒരു കവറിനകത്ത് 1000 രൂപയോ 500 രൂപയോ ഇട്ടിട്ട് നിങ്ങളുടെ വീടിന്റെ അഡ്രസ് 500 രൂപയേക്കാൾ വലിയ അക്ഷരത്തിൽ എഴുതി കൊടുക്കുന്നതാണോ നിങ്ങളുടെ നിക്ഷേപം? കമോൺ ഒന്ന് ശ്രദ്ധിക്കണേ. ആവേശം കൊണ്ട് പറയുന്ന കുറെ വാക്കുകളുടെ ചടുലതയല്ല, തന്നെ പിന്നെ പറഞ്ഞു മറന്ന വാക്കുകളുടെ ആവർത്തന വരസയോ ജൽപ്പനങ്ങളോ അല്ല. വേദപുസ്തകത്തിന്റെ ആഴത്തിലൂടെ യാത്ര ചെയ്യുമ്പോൾ സത്യങ്ങൾ നമ്മൾ തിരിച്ചറിയണം. ലൂക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യം: അനീതിയുള്ള മാമോനെ കൊണ്ട് സ്നേഹിതന്മാരെ ഉണ്ടാക്കിക്കൊള്ളുവീൻ, അതില്ലാതെയാകുമ്പോൾ നിത്യകൂടാരങ്ങളിൽ അവർ നിങ്ങളെ ചേർത്തുകൊള്ളും. ഈ വാക്യം അധികം ആരും എടുത്ത് പ്രസംഗിക്കാറില്ല. ചിലർക്കൊന്നും ഇതിന്റെ എന്താ ഉദ്ദേശിച്ചിരിക്കുന്ന അറിയാത്തതുകൊണ്ട്. ഞാനും ഒരു വലിയ ദൈവശാസ്ത്ര പണ്ഡിതനൊന്നുമല്ല. ഞാൻ ഒരുപാട് ഉപവസിക്കാറുണ്ട്, പ്രാർത്ഥിക്കാറുണ്ട്, വചനം പഠിക്കാൻ ശ്രമിക്കാറുണ്ട്, പുസ്തകങ്ങൾ വായിക്കാറുണ്ട്. അനീതിയുള്ള മാമോൻ, അൺറൈച്ചസ്നെസ് മാസ്റ്റർ, അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന അർത്ഥം അത് പണമാണ്, അത് മനുഷ്യന്റെ സമ്പത്താണ്, അവന്റെ സ്വത്താണ്, ധനമാണ്. അൺറൈച്ചസ്നെസ് മാസ്റ്റർ.
വേറൊരു ഭാഗത്ത് പറഞ്ഞിട്ടുണ്ട്, മാമോനെയും ദൈവത്തെ ഒരുമിച്ച് സേവിക്കാൻ കഴിയില്ല. മനുഷ്യന്റെ മാസ്റ്റർ അത് പണമാണ്. പക്ഷെ അത് നീതിയുള്ള മാസ്റ്റർ അല്ല, അനീതിയുള്ള മാസ്റ്ററാണ്. പണം ഒരിക്കലും നീതിയുള്ളതല്ല. സമ്പാദിക്കുന്ന നീതിയുള്ള വഴികളുണ്ടാകാം, ജോലി ചെയ്ത ഒരാൾക്ക് പണം കിട്ടുന്ന നീതിയുള്ള വഴിയാകാം. പക്ഷേ മനുഷ്യനെ അനീതിയിലേക്ക് നയിക്കുന്നത് പണമാണ്. ബൈബിൾ പറയുന്നു, അനീതിയുള്ള മാമോനെ കൊണ്ട് സ്നേഹിതന്മാരെ ഉണ്ടാക്കിക്കൊള്ളുവീൻ. അതിന്റെ അർത്ഥം ലളിതമായ മലയാളത്തിൽ കൊച്ചുവാക്കുകളുടെ പരിമിതിക്കകത്ത് നിന്ന് പറയാം. ദൈവം നിനക്ക് തരുന്ന സമ്പത്ത് കൊണ്ട്, നിനക്ക് തരുന്ന ധനം കൊണ്ട്, നിനക്ക് തരുന്ന പണം കൊണ്ട് നീ ദൈവവചനം പറഞ്ഞ് ആത്മാക്കളെ നേടുക. സോൾ ഈസ് അവർ ഗോൾ. ആത്മാക്കളായിരിക്കണം നമ്മുടെ ലക്ഷ്യം. അനീതിയുള്ള മാമോനെ കൊണ്ട് ഒരു സുവിശേഷ യോഗം നടത്തിയാൽ, ഒരു കവലയിൽ ചെന്ന് യേശുവിനെ കുറിച്ച് പറയുമ്പോൾ നിനക്ക് ചെലവാകുന്ന 1000 രൂപ സ്വർഗത്തിൽ നിക്ഷേപമായി മാറുക. അത് സ്വർഗത്തിൽ നിക്ഷേപമാകുക. അതില്ലാതെയാകുമ്പോൾ നിത്യകൂടാരങ്ങളിൽ, that means everlasting home, that's heaven, അവിടെ ദൈവം നിന്നെ ചേർക്കും. 1-ാം നൂറ്റാണ്ടും അതിന് പുറകോട്ടുള്ള കാലഘട്ടങ്ങൾ പഠിക്കുക. പ്രവാചകന്മാർ സമ്പന്നന്മാരായിരുന്നില്ല, ദേവാലയങ്ങൾ സമ്പന്നമായിരുന്നില്ല, ഫെയ്ത്ത് ഹോമുകൾ സമ്പന്നമായിരുന്നില്ല. നീണ്ട 16-17 നൂറ്റാണ്ടുകൾ ക്രൈസ്തവ വിശ്വാസത്തിന്റെ വർധനവിന്റെ മുമ്പുള്ള കാലഘട്ടങ്ങൾ ക്രൈസ്തവ സഭ സമ്പന്നമായിരുന്നില്ല. ക്രൈസ്തവ സഭയ്ക്കൊന്നും ഉണ്ടായിരുന്നില്ല. അവർക്കാകെയുള്ള സമ്പാദ്യം അവർ നേടിയ ആത്മാക്കളാണ്, അവർ ചെയ്ത സുവിശേഷ വേലയാണ്. കേരളം എടുക്കുക, ഇന്നേക്ക് ഒരു 15-20 വർഷങ്ങൾക്ക് മുമ്പുള്ള കാലഘട്ടങ്ങൾ, പേപ്പട്ടി കടിക്കുന്നവന് വാക്സിൻ കുത്തിവെക്കാനായിട്ട് ആശുപത്രി കൊണ്ടുപോകാൻ നിവൃത്തിയില്ലാത്ത പാമ്പ് കടിക്കുന്നവനെ, ആമേൻ, കടിച്ച പാമ്പിന്റെ വിഷമെടുപ്പിക്കാനായിട്ട് വൈദ്യന്മാരെയും ആന്റിബയോട്ടിക് കുത്തിവെക്കുന്ന മെഡിക്കൽ കോളേജും ഇല്ലാത്ത കാലത്തിൽ അവനെ പായ കിടത്തി പ്രാർത്ഥിച്ചവർ, തിളച്ച വെള്ളത്തിനകത്ത് കഴുകിയിടാൻ അരിയില്ലാതെ വെള്ളം തിളച്ചുകൊണ്ടിരിക്കുമ്പോൾ മുട്ടിന്മേൽ പാവരിച്ച് പ്രാർത്ഥിച്ചപ്പോൾ അരിയും കൊണ്ട് വീട്ടിൽ വന്ന ചരിത്രങ്ങൾ. ബൈബിൾ കോളേജിൽ പഠിപ്പിക്കുന്ന അധ്യാപകർ വിദ്യാർത്ഥികൾക്ക് ആഹാരം കൊടുക്കാനില്ലാതെ കരഞ്ഞു പ്രാർത്ഥിക്കുമ്പോൾ എവിടെയോ മുടങ്ങിയ കല്യാണത്തിന്റെ ഭക്ഷണമായി കാളവണ്ടിയിൽ ഭക്ഷണവും കൊണ്ട് കുമ്പനാട്ട് വന്ന ചരിത്രം. പണം കൊണ്ട് നേടിയ ചരിത്രങ്ങളല്ല ദൈവമക്കളുടെ ചരിത്രം. ഒന്നുമില്ലാത്ത കാലത്ത് ദൈവം പ്രവർത്തിച്ച പ്രവൃത്തികളുടെ ചരിത്രമാണ്. വചനം പറഞ്ഞ ആത്മാക്കളെ നേടിയ ചരിത്രമാണ് ദൈവമക്കളുടെ ചരിത്രം. അതുകൊണ്ട് ഞാൻ തെക്കൻ ഇറ്റലിയിലെ പോംപി പട്ടണത്തിലെ അഗ്നിപർവ്വതം, ഒരു അഗ്നിപർവ്വതം പൊട്ടിയ കഥ പറഞ്ഞത് രത്നങ്ങളിൽ കെട്ടിപ്പിടിച്ചു കിടക്കുന്ന അസ്ഥികൂടങ്ങളെ കണ്ട എക്സ്കവേഷൻസ്, ആർക്കിയോളജിക്കൽ എവിഡൻസ് അതെടുത്തു വെച്ച് പറയാൻ കാരണം, നിനക്ക് ദൈവം തന്നിട്ടുണ്ടെങ്കിൽ അതിൽ കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കാതെ, ദൈവം തന്നിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ ജീവിതകാലം മുഴുവൻ എൻ്റെ കൂടെ കാണുമെന്ന് പ്രതീക്ഷിക്കേണ്ട. ആത്മാക്കളെ നേടാൻ വേണ്ടി ദൈവം നിനക്ക് തന്ന നന്മകൾ ഉപയോഗിക്കുക. ആത്മാക്കളെ നേടാൻ വേണ്ടി ദൈവം തന്ന സമ്പാദ്യങ്ങൾ ഉപയോഗിക്കുക. അതില്ലാതെയാകുമ്പോൾ നിത്യകൂടാരങ്ങളിൽ അവർ നിങ്ങളെ ചേർത്തുകൊള്ളും. God bless you. God bless you. God bless you.